വളരെ കാലം മുമ്പ് പുണ്യഭൂമിയായ കേരളത്തിൽ ദിവാകര മുനി എന്നൊരു മഹർഷി ജീവിച്ചിരുന്നു. അദ്ദേഹം ഭഗവാൻ വിഷ്ണുവിന്റെ ഒരു ഭക്തനായിരുന്നു. അദ്ദേഹം വലിയ തപസ്സും ഭക്തിയുമുള്ള ഒരു സന്യാസിയായിരുന്നു. അദ്ദേഹത്തിന്റെ അഗാധമായ ആഗ്രഹം അനന്തശയനന്റെ രൂപത്തിൽ അനന്തൻ എന്ന സർപ്പത്തിൽ ശയിക്കുന്ന ഭഗവാൻ വിഷ്ണുവിനെ കാണണമെന്നായിരുന്നു. രാവും പകലും മുനി അചഞ്ചലമായ ശ്രദ്ധയോടെ ധ്യാനിച്ചു. ഒരു വൈകുന്നേരം പടിഞ്ഞാറൻ കുന്നുകൾക്ക് താഴെ സൂര്യൻ അസ്തമിച്ചപ്പോൾ ഒരു നിഗൂഢ ബാലൻ അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ആ കുട്ടിയുടെ കണ്ണുകളിൽ കുസൃതി നിറഞ്ഞിരുന്നു. അവന്റെ പുഞ്ചിരിയിൽ ഒരു അതുല്യമായ ചാരുതയുണ്ടായിരുന്നു. കുട്ടി മുനിയോട് പറഞ്ഞു, "എനിക്ക് വിശക്കുന്നു, നീ എനിക്ക് ഭക്ഷണവും താമസവും തരുമോ?" അവന്റെ നിഷ്കളങ്കതയിൽ സ്പർശിച്ച മുനി ഒരു മടിയും കൂടാതെ സമ്മതിച്ചു. പക്ഷേ ആ കുട്ടി ഒരു പ്രത്യേക അഭ്യർത്ഥന നടത്തി. "ഞാൻ നിങ്ങളോടൊപ്പം താമസിക്കും, പക്ഷേ ഒരു വ്യവസ്ഥയിൽ മാത്രം. നിങ്ങൾ എന്നോട് ദേഷ്യപ്പെടുന്നുവോ അന്ന് ഞാൻ തിരികെ പോകും, പിന്നീട് ഒരിക്കലും തിരിച്ചു വരില്ല." മുനി സമ്മതിച്ചു. എന്നാൽ താമസിയാതെ ആ കുട്ടിയുടെ കളിയായ തന്ത്രങ്ങൾ അവന്റെ ക്ഷമയെ പരീക്ഷിക്കാൻ തുടങ്ങി. അവൻ മുനിയുടെ പുണ്യഗ്രന്ഥങ്ങൾ മറച്ചുവെച്ച് അവന്റെ ആചാരങ്ങളെ തടസ്സപ്പെടുത്തി. അവന്റെ നിരാശകളെ നോക്കി ചിരിച്ചു. ഒരു ദിവസം കോപത്താൽ ദിവാകര മുനി ആൺകുട്ടിയെ കഠിനമായി ശകാരിച്ചു. ശാന്തമായ കണ്ണുകളോടെ കുട്ടി അവനെ നോക്കി. ഒരു നിമിഷം കൊണ്ട് അവൻ അപ്രത്യക്ഷനായി. ആ മുനി തകർന്നുപോയി. ആ നിമിഷം അയാൾക്ക് സത്യം മനസ്സിലായി. ആ കുട്ടി മറ്റാരുമല്ല, തന്റെ ഭക്തി പരീക്ഷിക്കാൻ വന്ന ഭഗവാൻ വിഷ്ണു തന്നെയാണ്. മുട്ടുകുത്തി വീണ് മുനി ദുഃഖത്തോടെ നിലവിളിച്ചു, "ഹേ ഭഗവാൻ, എന്നോട് ക്ഷമിക്കൂ. ദയവായി വീണ്ടും നിന്നെ തന്നെ കാണിക്കൂ. നിന്റെ ദിവ്യരൂപത്തിൽ ഒരു ദർശനം കൂടി എനിക്ക് നൽകൂ." ആ നിമിഷം സ്വർഗത്തിൽ നിന്ന് ഒരു ദിവ്യ ശബ്ദം മുഴങ്ങി, "7 കുന്നുകൾ കൂടിച്ചേരുന്ന അനന്തവനത്തിൽ എന്നെ അന്വേഷിക്കൂ. താമരനാഭിയുടെ നാഥനായ പത്മനാഭനായി ഞാൻ അവിടെ നിത്യനിദ്രയിൽ വിശ്രമിക്കും." പ്രായശ്ചിത്തം ചെയ്യാൻ ദൃഢനിശ്ചയത്തോടെ മുനി വനങ്ങളിലൂടെയും നദികളിലൂടെയും കുന്നുകളിലൂടെയും സഞ്ചരിച്ച് അനന്തക്കാട് എന്നറിയപ്പെടുന്ന ഇടതൂർന്നതും പുണ്യവുമായൊരു ഭൂമിയിലെത്തി. ഇന്ന് നമ്മൾ അതിനെ തിരുവനന്തപുരം എന്ന് വിളിക്കുന്നു. അവിടെ ധ്യാനത്തിൽ മുഴുകിയ അദ്ദേഹം ഒടുവിൽ വിഷ്ണുവിന്റെ വിശ്വരൂപം കണ്ടു. 1000 തലയുള്ള സർപ്പമായ അനന്തനെ ഗാംഭീര്യത്തോടെ ചായിരിക്കുന്ന ഭഗവാൻ. അദ്ദേഹത്തിന്റെ വലതുകാൽ ഒരു ശിവലിംഗത്തിൽ അമർന്നു. അദ്ദേഹത്തിന്റെ നാഭിയിൽ നിന്ന് ഒരു താമര ഉണർന്നു. അതിൽ ബ്രഹ്മാവിരുന്നു. അദ്ദേഹത്തിന്റെ കാൽക്കൽ ലക്ഷ്മി ദേവിയും പിന്നിൽ ശിവനും ഇരുന്നു. ഒരു ദിവ്യ ശരീരത്തിൽ വിശ്രമിക്കുന്ന മുഴുവൻ പ്രപഞ്ചവുമായിരുന്നു അത്. ദർശനം വളരെ വിശാലമായതിനാൽ ഭഗവാന്റെ രൂപം ഒരൊറ്റ ശ്രീകോവിലിൽ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അതിനാൽ വിഗ്രഹം 3 ഭാഗങ്ങളായി നിർമ്മിച്ചു. തല, ശരീരം, പാദങ്ങൾ ഓരോന്നും പ്രത്യേക അറകളിൽ സ്ഥാപിച്ചു. അങ്ങനെ പത്മനാഭസ്വാമി ക്ഷേത്രം പിറന്നു. ഇന്ത്യയിലെ ഏറ്റവും പുണ്യക്ഷേത്രങ്ങളിൽ ഒന്ന്. വിഷ്ണു അനന്തന്റെ മേൽ ഉറങ്ങുന്നു. ദിവ്യമായ നിശ്ചലതയിൽ പ്രപഞ്ചത്തെ കാക്കുന്നു. തിരുവിതാംകൂർ രാജാക്കന്മാർ ഭഗവാന്റെ സാന്നിധ്യത്താൽ വളരെയധികം വികാരഭരിതരായി. തങ്ങളുടെ മുഴുവൻ രാജ്യവും അദ്ദേഹത്തിന് സമർപ്പിച്ചു. ഭഗവാന്റെ ദാസന്മാരായി മാത്രമേ ഭരിക്കൂ എന്ന് അവർ പ്രതിജ്ഞയെടുത്തു. എന്നാൽ ക്ഷേത്രത്തിന്റെ രഹസ്യങ്ങൾ കൂടുതൽ ആഴത്തിലാണ്. അതിനിടയിൽ നൂറ്റാണ്ടുകളായി മുദ്രയിട്ടിരിക്കുന്ന 6 മറഞ്ഞിരിക്കുന്ന നിലവറകളുണ്ട്. അവയിൽ 5 തുറന്നപ്പോൾ അവർ സങ്കല്പിക്കാൻ പോലും കഴിയാത്ത നിധികൾ വെളിപ്പെടുത്തി. സ്വർണ്ണ വിഗ്രഹങ്ങൾ, കിരീടങ്ങൾ, പുരാതന ആഭരണങ്ങൾ, ആചാരപരമായ ആഭരണങ്ങൾ. എന്നിട്ടും ഒരു നിലവറ ഇന്നും തുറക്കാതെ കിടക്കുന്നു. പുരാതന ശാപങ്ങളാൽ മുദ്രയിട്ടിരിക്കുന്നതും പവിത്രമായ സർപ്പ കൊത്തുപണികളാൽ സംരക്ഷിക്കപ്പെടുന്നതുമായ നിലവറ. ദിവ്യ അനുമതിയില്ലാതെ ഇത് തുറക്കുന്നത് ലോകത്തിന് ദുരന്തം വരുത്തുമെന്ന് പറയപ്പെടുന്നു. മറ്റു ചിലർ വിശ്വസിക്കുന്നത് ഇത് മറ്റൊരു ലോകത്തിലേക്ക്, കാലത്തിനപ്പുറമുള്ള ഒരു സ്വർഗീയ മാനത്തിലേക്ക് നയിക്കുമെന്നാണ്. അങ്ങനെ പത്മനാഭസ്വാമി ക്ഷേത്രം ഒരു ജീവിക്കുന്ന ഇതിഹാസമായി തുടരുന്നു. വെറും ഒരു കല്ലുഘടനയല്ല, മറിച്ച് പുരാണങ്ങളും ചരിത്രവും നിഗൂഢതയും ഒന്നായി ശ്വസിക്കുന്ന ഒരു സ്ഥലമാണിത്. ഇന്നും ഭഗവാൻ നിത്യനിദ്രയിലാണ്. ശാന്തനും ശക്തനും എന്നാൽ സ്പർശിക്കപ്പെടാത്തവനുമാണ്. വിശ്വാസത്തോടെ വരുന്നവർക്ക് ഇപ്പോഴും അവന്റെ സാന്നിധ്യം അനുഭവപ്പെടാം. ശ്രീകോവിലിന്റെ നിശബ്ദതയിൽ, ശംഖിന്റെ പ്രതിധ്വനിയിൽ, ഭക്തിയുടെ സ്വർണ്ണ പ്രകാശത്താൽ.